പോവുകയാണ്. ഇതൊക്കെയാണ് തുടച്ചു തരേണ്ടത്, പക്ഷെ അത് നമ്മൾ തന്നെ ചെയ്യുമോ? ഞാൻ തുടച്ചു തരാം. ഇതൊക്കെ പറഞ്ഞു. ഇപ്പൊ 2 മണിയാവാറായി ഗൈസ്. അമ്മ 5-4 മണിയൊക്കെ ആവുമ്പോ പോവും. 4-5 മണിയാവുമ്പോ പോവും. 4 മണിയാവും. ഇന്ന് നമ്മുടെ വണ്ടിയിലല്ല പോകുന്നത്, ട്രാവലറില്. ഞാൻ എന്റെ ഫ്രണ്ടും നിങ്ങളെയൊക്കെ ഇവിടെ ഇട്ടിട്ടാവുന്നത്. ഞങ്ങളെ കൊണ്ടുവരത്തില്ല, കൊണ്ടുപോകത്തില്ല എന്നൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ല, നമുക്ക് അവിടെ പോയിട്ട് നമ്മള് എയർപോർട്ടിന്റെ ഉള്ളിലോട്ട് കേറുമ്പം നിങ്ങളെ കാണാൻ ഭയങ്കര വിഷമം. വീട്ടിലാകുമ്പോ ആ ഒരു ഇതുണ്ടല്ലോ. അമ്മയുടെ ബാഗിൽ നിന്നേ ഒരു പക്കാവട ഞാൻ എടുത്തിട്ടുണ്ടേ. കുഞ്ഞമ്മ ഇപ്പം ചക്കവറ്റില് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അച്ഛനെ വിടാൻ പറഞ്ഞിട്ടുണ്ട്. പക്കാവട വരെ അടിച്ചു മാറ്റുക. ഞാൻ മാത്രല്ല, അമ്മ ഉണ്ട്. അമ്മ ഞാനും കൂടെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പക്കാവാടയൊക്കെ എടുത്തത്. ഫേവറേറ്റ് സാധനം കയ്യില്, ഫേവറേറ്റ് സാധനം കടുത്ത് കാണുമ്പോ ഇങ്ങനെ കേസ് എടുക്കാതിരിക്കുക. അങ്ങനെ എടുത്തതാണ് കേട്ടോ. കരയും ഇപ്പൊ കരയും നോക്കട്ടെ. എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നേ. പോയാലും വന്നാലും എനിക്ക് വിഷമമൊന്നുമില്ലേ കേട്ടോ. എനിക്ക് ഒരു വിഷമവും ഇല്ലേ. തൊപ്പി ഊട്ടിന്ന് വാങ്ങിച്ച തൊപ്പി. ഇന്നലെ വരെ അമ്മ കുടിയൊക്കെ കെട്ടി തന്നു, സുന്ദരി കുട്ടിയാക്കി. ഇനി അതേപോലെ ചേച്ചിയാ കെട്ടിത്തത്. എല്ലാം അനുസരിക്കണം കേട്ടോ. ചേച്ചി പറയുന്നൊക്കെ കേൾക്കണം. കുളിക്കാനൊക്കെ അമ്മയുടെ ഇത് മറ്റേ വളയൊക്കെ ഉള്ള പ്രത്യേകം എന്നെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞായിരുന്നു. കുപ്പികള പച്ച വേണ്ടെന്ന് തോന്നുന്നു. പച്ച ഉണ്ടോ എനിക്ക്? എടുത്തോ. എനിക്ക് ചേരുവായിരുന്നു, ഞാൻ എടുക്കരുത്. നോക്കട്ടെ ചേരുവെന്ന്. ചേരുവോ നോക്കട്ടെ. പൊട്ടിക്കില്ല അതിനകത്തോണ്ട്. എനിക്ക് ചേരുവോ ഗൈസ് കേട്ടോ. അമ്മയുടെ ഉടുപ്പ് എനിക്ക് ചേരും, അമ്മയുടെ പാന്റ് എനിക്ക് ചേരും, അമ്മയുടെ ചെരുപ്പ് എനിക്ക് ചേരും. അമ്മ എനിക്ക് ഇടാൻ പറ്റുമോ? എന്നിട്ട് പറ്റും. കുഴപ്പമില്ല. ഈ പച്ച ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് കഴിക്കുക. അന്നേരം കുറച്ച് വണ്ണം വെക്കുമല്ലോ, അന്നേരം ഇടാം. വേണ്ടെങ്കിൽ വണ്ണം വേണ്ട. വെറുതെ പൊട്ടിപ്പോത്തെ കൂടെ ഞാൻ കൊണ്ടുപോയത്. ഈ പച്ച ഞാൻ എന്തിൻ്റെ കൂടെ ഇടാനേ അമ്മ? എൻ്റെ അടുത്തെല്ലാം നീലയൊക്കെയാ ഉള്ളത്. നീല ചിറ്റയ്ക്ക് കൊടുക്കാം. ഒരു 2 തരുമോ? ഇവിടെ നിന്ന് വാങ്ങിച്ചൂടെ? ഞങ്ങൾക്ക് അവിടെ കിട്ടുവോ? ഉമ്മ പറഞ്ഞതാടേ. ഈ പെൺപിള്ളാരാണെങ്കിൽ അമ്മമാർക്ക് ഒരു സാധനം കിട്ടട്ടെ. എല്ലാവർക്കും വേണം. എന്റെ ഗായ്സ്, ഇത് കേട്ട് മടുത്ത് കേട്ടോ. എത്ര വട്ടം കേട്ടെന്നറിയാവോ? ഇത് ഞങ്ങളെല്ലാം അങ്ങ് എടുത്തന്നു. ഞാൻ വാങ്ങിച്ച പകുതി ഡ്രസ്സും ഞാൻ ചോദിക്കും കൊള്ളാവോ ചോദിക്കുമ്പോ ഇത് കൊള്ളത്തില്ലമ്മേ. അന്നേരം ഞാൻ എടുത്തോ. ഇതിപ്പോ സ്ഥിരം ഇടപാടാ. അങ്ങനെയെങ്കിലും അമ്മ എനിക്ക് തരട്ടെ കേസ്. വാങ്ങിച്ചത് മൊത്തം സ്വന്തമാക്കി. ബിസിനസ് ആണ് കേസ്, ബിസിനസ്. പൊട്ടുവോ? ഇത് കയ്യിലാണ് കൊണ്ടുവന്നത്. എന്നാ എൻ്റെ അകത്ത് വെക്ക്. കളയുന്നവരെടുക്കുവാണെങ്കിൽ എടുക്കട്ടെ. ഇതിൽ തന്നെ കൊടുക്കാം. ഞാൻ ഓർപ്പത് എവിടെയെങ്കിലും കൊണ്ടിട്ട് എറിഞ്ഞ റിയാന. ഈ അമ്മയുടെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? ഈ ടോപ്പ് എന്താന്നറിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് ഭയങ്കര വണ്ണമാണ്. വണ്ണമല്ല, അത് കുഴപ്പമില്ല. വണ്ണമൊക്കെ ഉള്ള നല്ലതാണ്. കൊഴപ്പൊന്നും ഇല്ല. പയ്യെ ഡയറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വണ്ണമൊക്കെ കുറയ്ക്കണം. നാട്ടിൽ വരുമ്പോഴല്ലേ നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ പറ്റൂ. വണ്ണം കൂടുമെന്ന് പറഞ്ഞിട്ട് കഴിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ അമ്മ ഓരോന്ന് കഴിക്കുമ്പോഴും ഞാൻ പറയാം, അമ്മ വണ്ണം കൂടും, പെതുക്കെ അല്ല പെതുക്കെയല്ല, കുറച്ച് ഇങ്ങനെ പറയും. പക്ഷെ അമ്മ കഴിക്കും. നിങ്ങൾക്ക് എങ്ങനെ പറയാം? എനിക്ക്
ഒരു വർഷമായിട്ട് നല്ല ആഹാരം കഴിച്ചിട്ട് ഒരു വർഷമായി. ഇവിടെ വന്നപ്പോഴാണ് കഴിക്കുന്നത്. സോ സാഡ് അല്ലേ ഗൈസ്, സോ സാഡ്. ചേടാ എനിക്ക് അങ്ങ് എന്തോ പോലെ. നാളെ തൊട്ട് ഞാൻ അമ്മയെ കാണാൻ പറ്റത്തില്ലല്ലോ. നേരിട്ട് കണ്ടിട്ട് അത്രയും കാണുമോ? വീട്ടിലിരിക്കല്ലേ, ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. ട്രൈ ഇത് നമ്മുടെ ലുലു മാളിൽ നിന്ന് വാങ്ങിച്ച ഷൂസ് ആണ്. എങ്ങനെയുണ്ട്? അടിപൊളി ഷൂസ് കേട്ടോ. പക്ഷെ ഇത് സംഭവം തന്നെ ഇസ്രായേലിൽ ഞാൻ കണ്ട് 500 സംതിങ് ഷെക്കല, അതായത് കൂട്ടി വയ്ക്കും. ഇവിടെ 850 അങ്ങുണ്ട്. അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ ബ്രാൻഡ് ഏതാ? സ്കെച്ചേഴ്സോ? അങ്ങനെ ബ്രാൻഡ് ഒന്നും നോക്കാറില്ല, കാണുമ്പോ ലുക്ക് ഉണ്ടെങ്കിൽ അതങ്ങ് എടുക്കും. ഡ്രസ് ആണെങ്കിലും ഞാൻ ബ്രാൻഡ് നോക്കിയേ എടുക്കത്തുള്ളൂ ഗൈസ്. ചെയ്യാനാ റിച്ച് അല്ലേ ഞാൻ ഭയങ്കര. അതാ ഒരു 500 രൂപ കൈ കൊണ്ട് കഴിഞ്ഞാൽ റിച്ച് ആവും. പക്ഷെ ഇച്ചിരി ചെറുതാന്ന് തോന്നുന്നു. അന്നേരം ഞാൻ പറയത്തിരി വരും നോക്കിയിട്ടൊക്കെ. അമ്മൂന് നോക്കോ ഡോറ. ഹൈ ഡോറ എന്ന് പറ. ഡോറ ഇത് കാണട്ടെ. ഞാൻ എപ്പോഴും മുടി ഇങ്ങനെ എല്ലാം കൂടി വരട്ടി കെട്ടണം കേട്ടോ, കൊണ്ടുപോകുമ്പോഴേ അതേ ചെയ്തു. ഞാൻ വരുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ നല്ല മുടി ഉണ്ടായിരുന്നു. ഞാൻ വരുന്നതിന് ഒരാഴ്ച മുമ്പ്, ഇതിന് ഒരു ദിവസം മുമ്പ് കണ്ടുപോയിട്ട് 2 ദിവസം മുന്നേ മുടി വളർത്തുന്ന എനിക്ക് മുടി ഇഷ്ടമാവാ. എനിക്ക് ഇത്ര എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. മുടി ഉള്ളപ്പോ എന്റെ വില അറിയത്തില്ല കേട്ടോ. അത് ഉറപ്പായി എന്റെ ഫേവറേറ്റ് പോസ്. ഒരു രസം. കണ്ണൊന്നും നിറയുന്നില്ലല്ലോ. ഞാൻ അത് ഇപ്പോഴും ഗൈസ് ഈ ഒരു ഊഞ്ഞാലേ ഇരിക്കയോ എന്റെ തോർത്ത്. ഇപ്പൊ കുളിച്ചിട്ട് വന്നതാ ഉള്ളത്. അമ്മയ്ക്ക് സങ്കടം വന്നാലും ദേഷ്യം വന്നാലും എന്തോ സന്തോഷം വന്നാലും എല്ലാം വന്നിരിക്കുന്ന തൊട്ടി ഗൈസ്. ഞങ്ങൾ ആരും ഇരുത്തത്തില്ല. ആ തൊട്ടി ഞങ്ങളുടെ നാട്ടിൽ തൊട്ടിന്നാണ് പറയാറുള്ളത്. തൊട്ടിയാണോ ഇത്? കോടാൻ പോലുണ്ട്. ആറ്റിറ്റ്യൂഡാണോ ഇത്? എനിക്ക് അമ്മ പോവാന്നൊന്നും തോന്നുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനൊക്കെ നിൽക്കുന്നേ. അമ്മയോ പുല്ലൂരുമായിട്ട് ഇപ്പൊ വരും എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പൊ നിക്കുന്നേ. ക്യൂട്ടി. എന്റെ സാധനങ്ങൾ ഇരിക്കുന്നത് കണ്ടോ ഗൈസ്? ഇച്ചിരി മുന്നേ വൃത്തിയാക്കി വെച്ചതേ ഉള്ളു. കണ്ടോ? അങ്ങനെ എന്റെ കുഞ്ഞമ്മ എനിക്ക് ചക്കവരട്ടി തന്നിരിക്കുകയാണ്. ഇതാണ് ബെഡ് കേക്ക്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. പിന്നെ കുറച്ച് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നേക്കാട്ടും കൊള്ളാം. മാമ നല്ലോണം പലഹാരം എല്ലാം ഉണ്ടാക്കും. അറിയാം നന്ദുവേ, അപ്പൊ ഞാൻ പോവുകയാണ്. നന്ദു എന്ത് ചെയ്യും? ഞാൻ പോണ്ടെന്ന് പിള്ളേര് പറയാ. ഇത് പറ്റുന്നില്ല. 2 ഞാൻ പറഞ്ഞോണ്ടിരുന്നു. ഒക്കെ ചുമ്മാ അല്ലേ. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നേ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ വിളിച്ച് ഞാൻ ഇങ്ങനെ കുഞ്ഞുങ്ങൾ വിഷമിച്ചിരിക്കാന്ന് പറഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീഡിയോ കോൾ ചെയ്ത് നോക്കിയപ്പോൾ രണ്ടും കൂടി ഇവിടുന്ന് ചിരിയും കളിയും. അത്രയല്ലേ ഉള്ളൂ. അയ്യോ പോയല്ലോ, സ്വാതന്ത്ര്യം കിട്ടിയല്ലോ എന്നായിരിക്കും.
എന്നെ കാണിക്കേ കാണിക്കേ 4 മണിയാവും. നമ്മുടെ വണ്ടി വന്നിരിക്കുകയാണ്. പോയി കഴിഞ്ഞിട്ട് കിടന്ന് കരയുന്നില്ലേ? ആ എന്താ കരയത്തില്ലല്ലോ. ടാറ്റാ ടാറ്റാ. അവൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കാം അമ്മക്കുട്ടൻ. ഇത്തവണ ഞങ്ങൾ 4 പേര് ഒരുമിച്ചാണ് ഇസ്രായേലിലേക്ക് പോകുന്നത്. ഇത് ബ്ലസ്സി, ഞങ്ങൾ 2 പേരും ആര്യങ്കാവാണ്. നിക്സൺ ചേട്ടൻ ട്രിവാൻഡ്രത്ത് നിന്നും, പിന്നെ വിജീഷ് കൊച്ചിയിൽ നിന്നുമാണ്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നുമാണ് ഞങ്ങൾക്ക് ഫ്ലൈ ദുബായ് ഫ്ലൈറ്റ്. നിക്സൺ ചേട്ടൻ പുനലൂരിൽ നിന്നും വണ്ടിയിൽ കയറും. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനായി ഇറങ്ങി. ഇത് പക്ഷേ ഒരു കള്ളുഷാപ്പാണ്. പക്ഷെ കേട്ടിട്ടുണ്ട് കള്ളുഷാപ്പിലെ ഫുഡ് നല്ല ടേസ്റ്റ് ആണെന്ന്. കൂട്ടുള്ളതൊന്നും എല്ലാവരും നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? നിക്സൺ ചേട്ടന്റെ വകയായിരുന്നു. ഷാപ്പിലേക്ക് അറിയും. നമ്മളിപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്.
ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ പറഞ്ഞെല്ലാം കേട്ടോ. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഗൈസ് ഫുഡ് കഴിക്കാൻ. ഇനി എത്ര മണിക്ക് ഫ്ലൈറ്റ്? 2:20. 2:20 ഞങ്ങളിങ്ങനെ ഫ്ലൈ ചെയ്ത് പോയി. അവിടെ ചെന്നിട്ട് കുരിശാണ് എന്തോ. ഇപ്പൊ ഞങ്ങളെ കുറെ ഇട്ട് ചുറ്റിച്ച് 2 നാണയം കടന്നതിന് എന്നെ അവിടെ 1/2 മണിക്കൂർ പിടിച്ചു നിർത്തി. ഗൈസ് നമ്മള് എന്തോ വലുതായി പ്രതീക്ഷിച്ചു, പക്ഷെ എല്ലാം ഭയങ്കര ശോകം. പിന്നെ അന്ന് ബോണ്ട ചിക്കൻ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു, പക്ഷെ കിട്ടിയത് ബോണ്ടയാ തോന്നുന്നു. ഇത് ഒരാൾക്ക് കഴിക്കാൻ പോലും ഇല്ല. എന്ത് ചെയ്യും? വിശപ്പില്ലേ? ആൾക്കാർ ആവശ്യമില്ല. പയ്യെ മതി. ഒരെണ്ണം ഇട്ടപ്പോ തന്നെ അങ്ങോട്ട് ഇട്ട കഴിക്കുക. ഈ മറ്റേ സംഭവം എന്തേട്ടാ കഴിക്കുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് വിശക്കണം. പറയാൻ പറ്റില്ല. വളരെ കൂട്ടത്തില്ല. എത്ര മണിക്കൂറുണ്ട് നമ്മള്? 4.5 5 മണിക്കൂർ റൂട്ട് മാറിയാ പോന്നെ. പാകിസ്ഥാൻ വന്നപ്പോഴല്ല, ഇങ്ങോട്ട് പോവാം. ഇന്ത്യ സൗദി അറേബ്യ, ഗൾഫ് കൺട്രിയിലെല്ലാം എന്തോ ഒരു എരിയോടി. ഇസ്രായേലിൽ പോയി കഴിഞ്ഞിട്ട് എരി കഴിക്കാൻ പറ്റാതായി. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ട്. മറ്റ് കാന്താരി അവിടുന്ന് ഷാപ്പ് ചെയ്ത് നമ്മള് കഴിച്ചിട്ട് എനിക്ക് എരിഞ്ഞിട്ട് പാടില്ല. സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളി ഫുഡ് സൂപ്പറായിരുന്നു. അവർക്ക് അറിയത്തില്ലായിരുന്നു ഈ വാർത്തകൾ. നിർത്തിയിടനെ ഞാൻ ബോർഡ് നോക്കി താഴെ എഴുതിയിട്ടുണ്ട്. ഇട്ടുകൊള്ളാൻ നോക്കട്ടെ എന്ന് വെച്ചാൽ അവൻ ഇന്നത്തെ കുട്ടി നല്ലതായിരിക്കും. അവരവിടെ എത്തി നോക്കിയാൽ ഉറക്കവാ. എളുപ്പം കഴിക്കുക വേണ്ടേ? അങ്ങനെ ഞങ്ങൾ അവസാനം പറക്കുകയാണ്. നമ്മളങ്ങനെ വളരെ സേഫായിട്ട് ഇസ്രായേൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഹലോ
See, this side is horrible, but that's great. This time it's clean. You see over there it's clean. But some place ഇസ്രായേലിലെ തീപിടുത്തത്തെക്കുറിച്ച് ന്യൂസിലായിരുന്നു ഞാൻ കണ്ടത്. ഇപ്പം നേരിട്ട് കണ്ടപ്പോഴാണ് അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലായത്. ചുറ്റും ഒരുപാട് സ്ഥലം കത്തി നശിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ടാക്സി ഡ്രൈവർ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. അവരുടെ കൃഷിയിടങ്ങളും മരങ്ങളും എല്ലാം ഒരുപാട് ചുറ്റളവിൽ ഇങ്ങനെ നാശം വിതച്ചിരിക്കുകയാണ് തീ മൂലം. എയർപോർട്ടിന് സമീപത്താണിത് കാണാൻ സാധിക്കുന്നത്.